എല്ലാവർക്കും സ്മിത സ്പൈസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കിന്ന് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ പ്ലം കേക്ക് ചെയ്യുന്നൊരു റെസിപ്പി ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഞാൻ അതിനായിട്ട് 1/4 കപ്പ് ഉണക്കമുന്തിരിങ്ങ, 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി, 1/4 കപ്പ് ഡേറ്റ്സ് ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഒന്നുകിൽ തലേ ദിവസമോ അല്ലെങ്കിൽ രാവിലെ തന്നെയോ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യാൻ വെക്കാം. സിമ്മിൽ വെച്ചാൽ മതി, ഫ്ലെയിം കൂട്ടി കൊടുക്കണ്ട, പഞ്ചസാര പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മുടെ കേക്കിന് നല്ലൊരു കളറും കൂടെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ പഞ്ചസാര കാരമലൈസ് ചെയ്ത് ചെയ്യുന്നത്. കുറച്ചും കൂടെ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് അതിലോട്ട് ചൂടുവെള്ളം 1 കപ്പ് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. അതിലോട്ട് എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉണക്ക മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം, ഒന്ന് ഇളക്കി കൊടുക്കാം. ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. ഞാൻ മഞ്ഞയും ചുവപ്പും കളറുള്ള ടൂട്ടി ഫ്രൂട്ടിയാണ് കിട്ടിയിട്ടുള്ളത്, അതാണ് ചേർത്തത്. പിന്നെ ഇതിലോട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഓറഞ്ച് സെസ്റ്റും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓറഞ്ച് തൊലി വിളയിച്ചെടുത്തത് 1 ടേബിൾ സ്പൂണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോ ഇതിൻ്റെ റെസിപ്പിയാണ്, നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് 1/4 കപ്പ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ വീട്ടിൽ ജാം ഉണ്ടെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ ജാമും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ പ്രശ്നമില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച 1/4 കപ്പ് ഈത്തപ്പഴം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈത്തപ്പഴം നല്ല സോഫ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റിൽ ചേർത്തത്. ഇത് ഇനി അധികം ഡ്രൈ ആക്കാതെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു ജ്യൂസി പരുവത്തിൽ തന്നെ നമുക്ക് ഓഫാക്കാം. അല്ലെങ്കിൽ വല്ലാണ്ട് ഡ്രൈ ആയി പോയാൽ പിന്നെ കേക്ക് മിക്സ് ചെയ്യുമ്പം ഇത് മിക്സ് ചെയ്ത് കിട്ടാൻ കുറച്ച് വിഷമായിരിക്കും. നമുക്കിത് ഓഫാക്കി തണുക്കാൻ വെക്കാം. 1/2 കപ്പ് പഞ്ചസാരയിലോട്ട് 5-8 ഗ്രാമ്പുവും 1 ഏലക്കായും 1 കഷ്ണം പട്ടയും കൂടി ചേർത്ത് നമുക്ക് പൊടിച്ചെടുക്കാം. നിങ്ങളെടുക്ക തക്കോലോ ജാതിപത്രി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ചെറിയ കഷ്ണം കൂടി ചേർക്കാം. ഇല്ലെങ്കിൽ ഇത് 3 മാത്രം ചേർത്താൽ മതി. ഞാൻ ഉള്ളത് കൊണ്ട് ഒരു ചെറിയ കഷ്ണം അത് ചേർക്കുന്നുണ്ട്. നമുക്കിനി 1 പിടി അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ബദാമും കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഈ സമയത്ത് കേക്ക് തയ്യാറാക്കാനുള്ള പാത്രം നമുക്ക് ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി വെക്കാം. നമ്മൾ പൊടിച്ചെടുത്ത പഞ്ചസാരയിലോട്ട് 2 മുട്ട പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. അതിലോട്ട് 1 ടീസ്പൂണ് വാനില എസൻസ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിലോട്ട് 1/4 കപ്പ് ഓയിലും ചേർക്കുക. സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്, വെളിച്ചെണ്ണ ഒരിക്കലും കേക്കിലോട്ട് ചേർക്കരുത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കാം. 1 കപ്പ് മൈദയിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എപ്പോഴും 2-3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത് നല്ലതാണ്. ഞാനിവിടെ ഒരു 3 പ്രാവശ്യം ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കർ ചൂടാക്കാൻ വെക്കാം. അതിലോട്ട് ഒരു റിങ്ങും ഞാൻ താഴ്ത്തി വെക്കുന്നുണ്ട്. അതിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. ഇനി ഒരു സിം ഫ്ലെയിമിലിട്ട് അതവിടെ റെഡിയാക്കാൻ വെക്കാം. ഈ സമയത്ത് നമ്മൾ അരിച്ച് വെച്ച മൈദക്കൂട്ടിലേക്ക് കട്ട് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും ബദാമും ചേർത്ത് ഇളക്കുക. അണ്ടിപ്പരിപ്പും ബദാമും ഒരിക്കലും നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇടണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. ഇതിലോട്ട് നമ്മൾ അടിച്ച് വെച്ച മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ചേർക്കുക. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത് വെച്ചത് ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. രാവിലെ ചെയ്തതാണ്. ഇനി അതും കൂടെ ഇതിലോട്ട് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം.
ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നുകിൽ തലേന്നോ 2 ദിവസം മുന്നേ ഒക്കെ ഇങ്ങനെ തയ്യാറാക്കി വെക്കാം, അല്ലെങ്കിൽ രാവിലെ ആണെങ്കിലും തയ്യാറാക്കി വെക്കാം. നമുക്ക് ഇതൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പ്ലം കേക്കിൻ്റെ ബാറ്റർ എപ്പോഴും കുറച്ച് തിക്ക് ബാറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിലെ നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ഏറ്റവും അടിഭാഗത്ത് പോയി നിൽക്കും. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടുന്നത്. ഇനി നമുക്ക് ഇത് നമ്മുടെ കേക്കിൻ്റെ പാത്രത്തിലോട്ട് ഒന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടി മാറ്റിയെടുക്കാം. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ ഇത് വീട്ടിലുണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതിന് ശേഷം ഒരു സ്ക്യൂർ വെച്ച് ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടും. എന്നിട്ട് നമുക്ക് ഇത് കുക്കറിലോട്ട് മാറ്റി വെക്കുക. ഒരു 40-45 മിനിറ്റ് ഫ്ലെയിമിൽ നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. എനിക്കൊരു 40 മിനിറ്റും ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങളും അങ്ങനെ ഒന്ന് തുറന്ന് നോക്കണം. ഇങ്ങനെ ഗാർണിഷ് ചെയ്യാം. നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമുണ്ട് ഇപ്പോൾ അടുക്കള മുഴുവനും. ഇനി നമുക്കിത് തണുക്കാനായിട്ട് പുറത്തെടുത്ത് വെക്കാം. പ്ലം കേക്ക് എപ്പോഴും 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ മുറിച്ചെടുക്കുന്നതാണ് നല്ലത്. ഞാൻ 1 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് മുറിച്ച് നോക്കിയത്. നമുക്ക് കേക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉൾവശമൊക്കെ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന കേക്കിൻ്റെ അതുപോലെ തന്നെ ഉണ്ട്, കണ്ടില്ലേ? നിങ്ങളെല്ലാവരും വീട്ടിലിരുന്ന് ട്രൈ ചെയ്ത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മറ്റുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ? നമ്മുടെ ടേസ്റ്റിയായ പ്ലം കേക്ക് ഇവിടെ റെഡിയായി. എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. താങ്ക് യു.